ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഉള്ളിൽ കുറച്ച് മാസ്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ മാസ്ക് എന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നമ്മളുടെ സാധാരണ കൊറോണ സമയത്ത് നമ്മൾ ധരിച്ചിരുന്ന ഫിസിക്കൽ മാസ്ക് അല്ല ഇത്. ഈ മാസ്കിന്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഈ കൊറോണ സമയത്ത് നമ്മൾ അണിഞ്ഞിരുന്ന മാസ്ക് നമ്മളെ ജീവിതത്തിൽ പലതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുമെങ്കിൽ ഈ മാസ്ക് നമ്മളെ നശിപ്പിക്കും. ഇതാണ് ഈ മാസ്കിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള കുറെ മാസ്കുകൾ നമ്മളുടെ മുകളിലൂടെ നമ്മൾ ഇട്ടത് കൊണ്ടാണ് പല സമയത്തും നമ്മൾ ഉദ്ദേശിച്ച ഒരു പെർഫോമൻസ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നത്. എന്ന് മുതലാണോ ഞാൻ എൻ്റെ മാസ്കുകൾ അയച്ചു വെക്കൽ തുടങ്ങിയത്, അന്ന് മുതലാണ് എനിക്ക് എൻ്റെ യഥാർത്ഥ എന്നെ തിരിച്ചു കിട്ടിയത് എന്നുള്ളതാണ് സത്യം. നമ്മളുടെ ആ ഇന്നർ ചൈൽഡ്ഹുഡിൽ ചെറിയ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിരുന്ന എനർജി, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ആ കപ്പാസിറ്റി, കരച്ചിൽ വന്നാൽ കരയാൻ പറ്റുന്ന, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വലിപ്പ ചെറുപ്പമില്ലാതെ പറഞ്ഞിരുന്ന, ആരോടും ചിരിച്ചിരുന്ന, എപ്പോഴും ഉല്ലസിച്ചിരുന്ന, എന്തിനേയും ആസ്വദിച്ചിരുന്ന, വേദനയെയും സന്തോഷത്തിനെയും ആസ്വദിക്കാൻ പറ്റിയിരുന്ന, വ്യത്യസ്ത രീതിയിലാണെങ്കിൽ വേദന ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ കരഞ്ഞ് ആസ്വദിക്കുന്നു, എന്നാൽ മറ്റേത് നമ്മൾ ചിരിച്ചാസ്വദിക്കുന്നു. കരയ എന്ന് പറയും, നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു വേദന വന്നിട്ട് നമ്മൾ കരയുകയാണെങ്കിൽ സത്യത്തിൽ നമ്മൾ ആ കരച്ചിൽ കഴിയുമ്പോഴേക്ക് നമുക്ക് ആ വേദന കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രതിസന്ധി വന്ന് അന്ന് നമ്മൾ ആ ഘട്ടം പിന്നിട്ടപ്പോ പിന്നീട് അതേ ലെവലുള്ള ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ നമുക്ക് നിസ്സാരമായി സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ ഉള്ളിൽ അതെല്ലാം ഒരു പേടിയായി മാറി രൂപപ്പെട്ടിരിക്കുകയാണ്. അന്ന് നമ്മളുടെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മളെ പാരന്റിങ്ങിന്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിച്ചതോ പല കാരണങ്ങളെ കൊണ്ട് നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ആ മാസ്ക്, ആ ചളി, അത് നമ്മൾ നീക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് നമ്മളെ തിരിച്ചറിയണം. ഇതൊരു വലിയ സത്യമാണ്. അത് മനസ്സിലാക്കാത്തവന് ജീവിതത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കൂല, സ്വന്തത്തിനെ ഇഷ്ടപ്പെടാൻ സാധിക്കൂല. നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് ലവ് ഉണ്ടാവേണ്ടത് നമ്മളോടാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ടത് നമ്മളെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയാ, ഏറ്റവും കൂടുതൽ സത്യം പറയേണ്ടതും വാക്ക് പാലിക്കേണ്ടതും അത് നമ്മളോടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വാക്ക് ലംഘനം നടത്തുന്നത് നമ്മളോടാണ്. ഏറ്റവും വലിയ ചതി, നമ്മൾ ഏറ്റവും കൂടുതൽ ചതി ചെയ്യുന്നത് നമ്മളോടാണ്. പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായിട്ട് നടപ്പാക്കാത്തത് നമ്മളോടാണ്. ഇങ്ങനെ പലതും ചെയ്തിട്ടാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഓരോ ദിവസവും ഉണ്ടാവുന്ന അവസ്ഥകളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല സത്യത്തിൽ, പക്ഷെ നമ്മൾ പലതിനെയും പേടിച്ചോടുകയാണ് ചെയ്യുക. ആ മാസ്കുകൾ ഞാൻ പറയുമ്പോ എല്ലാം സാമ്യമാണെന്ന് ചിലപ്പോ തോന്നും, എല്ലാം നമ്മളിൽ ഉണ്ട് എന്ന് തോന്നും, കുഴപ്പമില്ല. ആ തോന്നൽ തന്നെ വലിയ തിരിച്ചറിവാണ്. അതിനുശേഷം മെല്ലെ മെല്ലെ നമ്മൾ ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ ഒറ്റക്കൊറ്റൊക്കെ ഇരുന്നിട്ട് അതിനെ അയച്ചു മാറ്റാനുള്ള പണി കൂടെ നമ്മൾ പഠിക്കും. ഇത് ഒരു യാത്രയാണ്, ഒരു പ്രോസസ്സാണ്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരാൾക്കും ഒരാൾക്കും സ്വന്തത്തിനെ നന്നാക്കാനോ മറ്റുള്ളവരെ നന്നാക്കാനോ സാധിക്കില്ല. കാരണം നമ്മളെ നന്നാക്കുമ്പോഴും നമുക്ക് ഒരുപാട് സമയമെടുക്കും. നമ്മളെ ക്ലിയർ ചെയ്തു വരണമെങ്കിലും ഒരുപാട് സമയമെടുക്കും. ഇങ്ങനത്തെ പല രീതിയിലുള്ള മാസ്കുകൾ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് ഇന്ന് നമ്മൾ ആകെ സംസാരിക്കുന്നത് 5 മാസ്കുകളെ കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇതൊരു NLP ബേസ്ഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ
ഇതൊരു സയൻസ് ആണ്, പ്രൂവൺ സയൻസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പീരിയൻസ് ലെവലിലാണ് ഇതിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ പോകുന്നേ ഉള്ളൂ. നമുക്ക് സമയമുണ്ട്. നമ്മളെ ഉള്ളിലുള്ളതിനെല്ലാം നമുക്ക് എല്ലാം ഒഴിവാക്കി ശുദ്ധീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നമുക്ക് കിട്ടിയിരിക്കും. ആ റിസൾട്ടാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ 5 മാസ്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ മാസ്കിന്റെ പേരാണ് ഹാപ്പി മാസ്ക്. ഹാപ്പി മാസ്ക് ശ്രദ്ധിച്ചോ, ഹാപ്പി മാസ്ക്. യെസ്, എന്താണ് ഒന്നാമത്തിന്റെ പേരെന്താണ്? ഹാപ്പി മാസ്ക്. യെസ്, എന്താണ് ഹാപ്പി മാസ്ക്? ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ അങ്ങനെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാരണം, ഇത് പെട്ടെന്ന് ഡൈവേർട്ടായി പോകും. നമ്മള് പെട്ടെന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡൈവേർട്ടായി പോകുന്ന ഒരു സാധനമാണ്. കാരണം എല്ലാം അടുത്തടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളില് ഇത് നമ്മളാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് നമ്മളാണെങ്കിൽ, നമ്മളുടെ ചുറ്റും ഉണ്ടായിട്ടുള്ള ഈ മാസ്ക് അടുത്തടുത്ത് കൂടെയാണ് പോയിട്ടുണ്ടാവുക, ഇത്രയും അടുത്ത് കൂടെയാണ് പോയിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അത് ഏത് സമയത്തും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ട് ഞാനിത് ചെയ്തിട്ടാണ് ഹാപ്പി മാസ്ക്. എന്താണ് ഹാപ്പി മാസ്ക്? ഹാപ്പി മാസ്കിന്റെ നിർവചനം ഇപ്പോ നസീബ വായിച്ച. പുറത്ത് എപ്പോഴും ചിരി, അവർക്ക് തോന്നുന്നത് ഞാൻ ദുഃഖം കാണിച്ചാൽ ആളുകൾക്ക്. നിക്കട്ടെ, ഒന്നായിട്ട് വായിക്കണ്ട. ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ചെയ്ത് വായിച്ചാൽ മതി. എന്താ കാണിക്ക? പുറത്ത് എന്താ ഉണ്ടാവുക? ഫസ്റ്റ് പുറത്തെപ്പോഴും സന്തോഷം, ചിരി. നിങ്ങൾക്കറിയാലോ, എത്ര വിഷമമുണ്ടെങ്കിലും ചിരിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യും, ചിരിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ കിടന്നിട്ട് ഭയങ്കര വേദന ആയിരിക്കും. ഇനി അത് വായിച്ചേ, കംപ്ലീറ്റ് വായിച്ച ആദ്യം മുതൽ തന്നെ സാവധാനം വായിച്ചാൽ മതി ട്ടാ. പുറത്ത് എപ്പോഴും ചിരി, സൗഹൃദം, ലൈറ്റ് തോന്നുന്നത് ഞാൻ ദുഃഖം കാണിച്ചാൽ ആളുകൾക്ക് എന്നെ ബുദ്ധിമുട്ടായി കാണും. അകത്ത് വേദന, ക്ഷീണം, നിശബ്ദമായ മനോവേദനകൾ, സൈലന്റ് സ്ട്രെസ്. ഇവർക്ക് ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ വീട്ടിൽ കരയരുത്, ബ്രേവ് ആയിരിക്കണം, എന്നെ സന്ദേശം ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇവർ വികാരങ്ങൾ ഉള്ളിലേക്ക് അമർത്തുന്നു. അൺകണ്ടീഷണൽ ലവ് എപ്പോഴും അവർക്ക് ഒരാൾ എന്നെ മനസ്സിലാക്കണമെന്നും കിട്ടണമെന്നും ആഗ്രഹിക്കുന്നു. നമ്മൾ ചിരിക്കും, പക്ഷെ നമ്മളുടെ ഉള്ളിൽ എന്താണ്? നമ്മളുടെ ഉള്ളില് ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മളെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ചിരിച്ചുകൊണ്ടാണ് പെരുമാറുക. എന്തുകൊണ്ടാണ് നാം പറഞ്ഞത് ചിരിച്ചുകൊണ്ട് പെരുമാറുന്നത്? അവർ നമ്മളെ തെറ്റിദ്ധരിക്കും, അല്ലെ? അവർക്ക് നമ്മളെ എന്താ പറയാ, നമ്മള് ഒരു മോശം ആളായിട്ട് അവർ നമ്മളെ ചിത്രീകരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളത് പുറത്തേക്ക് കാണിക്കൂല. ഞാൻ പറഞ്ഞത് സത്യമാണോ? ഇത് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്. നമ്മളിങ്ങനെ ചിരിക്കും, നമ്മുടെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടാവും, ഭയങ്കര പ്രയാസവും ഭയങ്കര സങ്കടവും വേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളിത് പുറത്തേക്ക് കാണിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ചിരി ഫിറ്റാക്കിയിട്ട് ഇങ്ങനെ പോകും. നിങ്ങൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവും. നമ്മൾ പറയും, ഓ ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ, അത്രയൊക്കെ വേദന ഉണ്ടായിട്ടും ചിരിക്കുകയാണെന്ന് കരുതും. പക്ഷെ അവരെന്താണ്? ഞാൻ ചിരിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മോശക്കാരനായ പോലെയാണ് അവർക്ക് തോന്നുക. അപ്പൊ ഞാൻ ചിരിക്കണം, അതൊരു മാസ്കാണ്. അതിനൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മൾ എങ്ങനെയാണ് ആ മാസ്ക് ഇട്ടത്? നമുക്ക് ഒരു സ്വന്തം കുടുംബത്തിൽ ആരോടെങ്കിലും ഒരു ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ അയാൾ നമ്മളെ മുന്നേ വേദനിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അയാളെ കാണുമ്പോൾ ഒരു വേദന വരുന്നുണ്ട്, ദേഷ്യമുള്ളൊരു വേദന വരുന്നുണ്ട്. ആ വേദന തന്നെയാണല്ലോ നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം എന്ന് പറയാം. അയാളോട് ദേഷ്യം വരിക, വേദന. അയാളെ കാണുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാസ്ക് ഇടുകയാണ്. ആളുകളുടെ ഇടയിൽ ചിരിച്ചേ പറ്റുള്ളൂ. ഉള്ളിൽ എന്താണ്? വേറൊരു സാധനമാണ്. അന്ന് ഓനിന്ന ചെയ്തതിന്റെ വേദന വീണ്ടും അതേപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ അപമാനിച്ചതിന്റെ വേദന വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മളവിടെ ചിരി ഫിറ്റാകും. സത്യത്തിൽ നമ്മളൊരു കാപ്പട്യക്കാരനായി മാറാം. ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറയാം. എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ അറിയില്ല. സത്യം. ഞാൻ ചിരിക്കാൻ തന്നെ പഠിച്ചത് ഇപ്പൊ അടുത്താ. സത്യാണ് പറഞ്ഞത്. ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പഠിച്ചത് ഇപ്പോഴാ. അല്ലെങ്കിൽ ഞാൻ ചിരിച്ചില്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ചിരിച്ചാൽ എന്റെ ടീമിലെ മെമ്പേഴ്സ് തന്നെ പറയും, സാറൊന്ന് ചിരിച്ചാല് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ അറിയാതെ ചിരിക്കാൻ, ഞാൻ ചിരിച്ചാൽ അതിനർത്ഥം അത് ഒറിജിനൽ ആണ്. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയി ചിരിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നെ ഇന്നെ പല ആൾക്കാർക്ക് ഇഷ്ടമല്ല. സത്യം പറയാം, ഈ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇന്നെ അവർ ഇഷ്ടപ്പെടാതെ ഞാൻ മോശക്കാരനാവുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചിരിക്കുന്നത് വെച്ചാൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാം, ആ മാസ്ക് ധരിച്ചിട്ട് ചിരിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് മിത്രങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ശത്രുക്കളാ. ശത്രുക്കൾ മീൻസ് ഞാൻ പറഞ്ഞത് അവരെന്നെ ആക്രമിക്കും എന്നല്ല പറഞ്ഞത്. ഓനൊരു പ്രത്യേക ടൈപ്പാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓളൊരു പ്രത്യേക ടൈപ്പാണ്. അതേപോലെ തന്നെ എനിക്ക് എന്റെ നാട്ടിൽ പോലും എന്റെ കുടുംബക്കാരത്ത് പോലും ഉള്ള മാർക്ക് അതാണ്. ഒരു പ്രത്യേക ടൈപ്പാണ്. പക്ഷെ ഞാൻ അഭിമാനത്തോടു കൂടി എല്ലാവരോടും പറയും, ഞാൻ ഒരു പ്രത്യേക തരം ജീവിയാണ്. മനുഷ്യനാണ്, പക്ഷെ ഒരു പ്രത്യേക തരം. എന്താ എനിക്ക് അതാണ് ഇഷ്ടം. എനിക്കിഷ്ടം അതാണ്. എന്റെ വീട്ടിലുള്ള 6 മക്കളിൽ ഏറ്റവും ചെറുത് ഞാനാണ്. പക്ഷെ ഈ 5 എൻറ്റയർലി ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉള്ള ഒരാള് ഞാൻ ആള് ഞാൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ ആളെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാനത് സുഖിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ ഞാൻ മോശക്കാരനായി കരുതോ എന്നൊക്കെയുള്ള ചിന്ത. എനിക്ക് അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ. ഞാൻ ആരോടെങ്കിലും ഒരാളോട് ഇത് ഉഷാറായിക്കണെന്ന് പറഞ്ഞാൽ അത് ഉഷാറായിട്ട് എനിക്ക് തോന്നിയതോട് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ലാതെ വെറുതെ ഓളൊന്ന് ഉഷാറാക്കാം എന്നാ പിന്നെ അങ്ങനെ അങ്ങനെ ഞാൻ പറയാം, എനിക്ക് പറയാൻ കഴിയൂല. എന്റെ ഒരു സിസ്റ്റം അങ്ങനെ. എന്നാൽ എന്റെ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ പല ആളുകളും പുറത്തൊരു മുഖവും ഉള്ളിലൊരു മുഖവുമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതില് എനിക്ക് വിശ്വാസമല്ല. ഞാനിത് NLP പഠിക്കുന്നതിന് മുന്നേ എന്റെ സ്വഭാവ ഗുണം ഇതാണ്. അതെന്താ കാരണം വെച്ചാൽ എന്റെ ഉപ്പ ഇതേപോലെയാണ്. അപ്പോ ആൾക്കാർ പറയും, എനിക്ക് എന്റെ നാട്ടിലുള്ള സുഹൃത്തുക്കളെ സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ഓരോട് മാത്രമേ എനിക്ക് കൂടുതൽ സൗഹൃദമുള്ളൂ. മറ്റവരോടൊക്കെ ഹായ്, ആ, ഓ, എന്താ എന്താ വിശേഷം, ഉഷാറല്ലേ, സുഖല്ലേ, ഇത്രേ ഉള്ളൂ കണ്ട. അതന്നെ ചിലപ്പോ കണ്ടാൽ തന്നെ ചിലപ്പോ ഞാൻ മിണ്ടിക്കൊള്ളുന്നില്ല. എന്റെ മൈൻഡ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ വേറെ റൂട്ടിലായിരുന്നു. ആ എനിക്ക് ചിക്കൻ കയ്യിലാണ്. എന്നാൽ ഇപ്പൊ ഞാൻ ചിരിച്ച് പഠിക്കുക ശരിക്കും. ഓട്ടത്തിൽ പോലും ചില സമയത്ത് എന്റെ ഫോട്ടോസിൽ എനിക്ക് ചിരിക്കാൻ അറിയില്ലായിരുന്നു. ഇതൊക്കെ ഒരു സത്യമാണ് പറഞ്ഞത്. ഇന്ന് കോൺവെക്കേഷൻ വന്നപ്പോ ഒരു കുട്ടി പറഞ്ഞു, സാറിന് ആദ്യം കണ്ടപ്പോ ഭയങ്കര പേടിയായിരുന്നു. സത്യാണ്. എന്നെ കണ്ടോലും മുഴുവൻ അങ്ങനെയാണ് പറയല്. ഞാൻ എന്താ ചെയ്യാന്? അതിന് ഞാൻ വെറുതെ ഒരു ചിരിയൊക്കെ ഉണ്ടാക്കി ഫിറ്റാക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ഞാൻ ആദ്യത്തിൽ മനസ്സിലാക്കും, കുറച്ച് കുറച്ച് പ്രയാസ. അത് കഴിഞ്ഞ് മനസ്സിലാക്കുന്ന ആളുകൾ എന്നെ വിട്ടു പോവാറില്ല. എന്നെ വിട്ടു പോകുമ്പോ അവരെ മണ്ണിൽ നിന്ന് ഒരു ചെടിയെ പറിച്ചൊഴിവാക്കുമ്പോ അതിന്റെ വേര് മണ്ണിൽ നിന്ന് പോകുമ്പോ ഉണ്ടാവുന്ന ആ വേദന പോലെയാണ് അവർക്ക് എന്നിൽ നിന്ന് അകലാറുള്ളത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ കുറേ പാടാ, കുറേ ടൈം എടുക്കും. ചിലപ്പോ ഒരു വർഷം എടുക്കും, ചിലപ്പോ 2 മാസം എടുക്കും, 3 മാസം എടുക്കും, 4 മാസം എടുക്കും. എന്നെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാ. എന്താ കാരണം വെച്ചാൽ ഞാൻ ഈ മുഖംമൂടി അണിയാറില്ല. എന്നാൽ എന്റെ ഉള്ളിൽ മുഖംമൂടി ഉണ്ടായിരുന്നു. ആ മുഖംമൂടിയിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ഈ മുഖംമൂടി ഞാൻ അണിയാറില്ല. മിക്കവാറും ആളുകൾ കാണി. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ എന്റെ ഭാര്യ മുഖംമൂടി ഒക്കെ എത്ര വിഷമം ഉണ്ടെങ്കിലും ആരെങ്കിലും വന്നാൽ ഒക്കെ ചിരിക്കാൻ കഴിയും. എനിക്ക് കഴിയില്ല. എനിക്ക് കഴിയില്ല. ശരിക്കും ചില സമയത്ത് അത് കഴിവായിരിക്കാം. വിഷമം ഉണ്ടായാൽ, ഓരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, വീട്ടിലൊക്കെ വേറെ എന്തെങ്കിലും വിഷമത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പോലും ഒക്കെ ചിരിക്കാൻ കഴിയും. എന്നെ കൊണ്ട് കഴിയില്ല. സത്യം. എന്റെ ടീമിലുള്ള മെമ്പേഴ്സിനോട് ചോദിച്ചാൽ ആരാ, എനിക്ക് കഴിയൂല. ഇന്ന അടുത്തറിയുന്നവർക്ക് കിട്ടാം, അല്ലാത്തവർക്ക് ഇപ്പോഴും അറിയില്ല.
ഇപ്പോഴും ഇന്നെ തിരിയാത്ത ആളുകൾ എന്റെ കൂട്ടത്തിലുണ്ട്. ഭയങ്കര പണിയാണ്. അതെഴുതിയിട്ട് ഞാനിത് അവരെന്നെ ഒരു വേറെ രൂപത്തിൽ കാണുമോ എന്ന് കരുതിയിട്ട് ഞാൻ ചിരിക്കൂല. ഇനി തീരെ ചിരിക്കൂല അങ്ങനെ. കാരണം എന്താ വെച്ചാൽ ഞാനിത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് എന്റെ ജീവിതം മാറി മറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ചെയ്യൂല. നമുക്കും ഇതേപോലെ ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള ആളുകൾ അതിനെ ഒഴിവാക്കിയാലാണ് അയാൾക്ക് അയാളുടെ ഒറിജിനൽ പെർഫോമൻസ് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോ ഇതൊക്കെ ഇപ്പൊ എന്താ അങ്ങനെ പറയുന്നത് പല ആൾക്കാരും ചിന്തിക്കും. പക്ഷെ ഈ പറയുന്ന നിസാര കാര്യങ്ങളാണ്, ഒരു മുട്ടുസൂചിന്റെ പോലും നമ്മൾ വില കൽപ്പിക്കാത്ത കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മളുടെ തെളിച്ചം കെടുത്തിയിട്ടുള്ളത്. ഇതാണ് സത്യം. അത് മനസ്സിലാക്കണമെങ്കിൽ അത് പഠിക്കണം വേണം. അതുകൊണ്ടാണ് ഞാൻ പീസാക്കി പഠിക്കണോണ്ടാണ് ഇത്ര കൃത്യമായിട്ട് അതിനെ നോട്ട് എന്നെ കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ നസീബാനോട് വായിക്കാൻ പറഞ്ഞത്, ഞാനിത് ഫസ്റ്റ് ആയിട്ടാണ് ഞാനിപ്പോ ഇത് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ഫസ്റ്റാണ്. അപ്പോ എനിക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് കോൺവെക്കേഷൻ, രാവിലെ വേറെ കുറെ തിരക്കുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വേറെ പോവാണ്ടായിരുന്നു. ഇന്ന് നിങ്ങളെ 9 മണിക്ക് പിരിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കിന്ന് വണ്ടൂർ പോയിട്ട് എൻ്റെ ഒരു പെങ്ങളെ കുട്ടിയുണ്ട്, അവിടെ ഡിപ്രസ്ഡ് ആയി കിടക്കുന്നുണ്ട്. ഓനെ പോയി മോട്ടിവേറ്റ് ചെയ്താലേ കൗൺസിൽ ചെയ്ത് പോയിട്ട് വേണം എനിക്ക് ഇന്നിനി വീട്ടിലേക്ക് തിരിച്ചെത്താൻ. അപ്പൊ അതുകൊണ്ട് സമയം കിട്ടിയിട്ടില്ല. നാളെ രാവിലെ എനിക്ക് എറണാകുളം പോകുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആ മാസ്ക് എനിക്ക് പരിചയമില്ല. അപ്പൊ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ മാസ്കിന്റെ പ്രിന്റ് ഞാൻ ഫോട്ടോ എടുത്തത്, ഈ എഴുതിയ നോട്ട് ഞാൻ നസീബാന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. നോട്ടല്ല, ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറെ പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നോ, ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ്, അല്ലെങ്കിൽ ഒരു 10 മാസ്ക് കഴിയുമ്പോൾ നമ്മളൊരു ഡിസ്കഷൻ വെക്കും. ആ ഡിസ്കഷനിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിനെ ഒഴിവാക്കണ്ടേ? അങ്ങനെ ഉള്ളത് ഒഴിവാക്കണ്ടേ? വേണോ വേണ്ടേ? നിങ്ങൾ പറയും, വേണോ വേണ്ടേ? ഒഴിവാക്കണം. അപ്പൊ നമ്മൾ ഡിസ്കഷൻ വെക്കും. അതതിന്റെ ഒരു സ്റ്റെപ്പാണ്. ബാക്കി ഞാൻ നിങ്ങൾക്ക് തെറാപ്പിന്റെ സാധനങ്ങൾ പഠിപ്പിച്ചു തരും. അതിനുശേഷം നമ്മൾ മെല്ലെ മെല്ലെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചെടുക്കും. ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കിന് നമ്മൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു മനുഷ്യനായിട്ട് മാറിയിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അത്ര വലിയൊരു സക്സസ് വേറെ ഇല്ല. നിങ്ങളെ ജോലിനെക്കാട്ടിലും നിങ്ങളെ വേറെ ഇതിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും മികച്ച വിജയം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മാറാൻ പറ്റുക എന്നുള്ളതാണ്. ആ മാറുന്ന റൂട്ട് കൃത്യമാക്കി നിശ്ചയിച്ചുകൊണ്ട്, ക്ലിയറാക്കി ആ റൂട്ട് കൃത്യമാക്കി നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആ ജീവിതത്തിൽ എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ, എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ, അത് മുഴുവൻ വഴിമാറാൻ നിർബന്ധിതരാവും. 100% ഉറപ്പാണ്. 100% എന്തായാലും മാറും. എനിക്ക് മാറിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാറും. എന്താണോ ആഗ്രഹിച്ച സ്വപ്നം, എന്തായാലും നേടാൻ പറ്റും. അതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ടി വരില്ല. അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ മാസ്കിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് രണ്ടാമത്തെ മാസ്കിന്റെ പേരാണ് സ്ട്രോങ് മാസ്ക്. സ്ട്രോങ് മാസ്ക്. യെസ്, സ്ട്രോങ് മാസ്ക്. സ്ട്രോങ് മാസ്ക് പറഞ്ഞാല് എന്താണ്? സ്ട്രോങ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശക്തമായ ഒരു മുഖാവരണം, ശക്തിയുള്ള ഒരു മുഖാവരണം. അതെന്താണ് സംഭവം? ഒരു ശക്തന്റെ മുഖാവരണം. അതൊന്ന് വായിച്ചതിന്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച. എപ്പോഴും എനിക്ക് ഒന്നും പ്രശ്നമില്ല എന്ന സ്ട്രോങ് ഭാവം, ഹെൽപ്പ് ചോദിക്കുന്നത് ദൗർബല്യം എന്ന്. എപ്പോഴും ഇവർക്ക് ഏർലി ലൈഫിൽ വലിയ ഉത്തരവാദിത്യം വന്നു.
അവർ ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ടി വന്നതിനാൽ തങ്ങളുടെ വികാരങ്ങൾ തങ്ങളുടെ അകത്ത് ഒതുക്കി വെച്ചു. അവരുടെ മുദ്രാവാക്യം ഞാൻ തകർന്നാൽ പിന്നെ മറ്റുള്ളവർ തകർന്നു പോകും. യെസ്. ഒരു സ്ട്രോങ് മാസ്ക്. എന്താണ്? എനിക്കൊരു പ്രശ്നമല്ല. നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു രൂപം. എന്നാൽ ഒരു പ്രശ്നമല്ല. ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? എനിക്കൊരു പ്രശ്നമല്ല. എന്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കും. എന്തിനാണത്? ഞാൻ തകർന്നാൽ മറ്റുള്ളവർ കൂടി തകരും. എന്റെ കൂടെയുള്ളവർ തകരും. ഇതാർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ കുട്ടിക്കാലത്ത് ഏർലി ലൈഫില് നമുക്ക് ഒരു ഭാരം ഏറ്റെടുക്കേണ്ടി വരുന്ന ആൾക്കാർക്ക്. ഇപ്പൊ വലിയ മക്കൾക്ക് അതുപോലെ തന്നെ ആഹ് വീടിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്ന ആളുകൾക്ക്. ഇപ്പോ നിങ്ങളെ കാര്യമാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോ നമ്മളൊരു അഭിനയമുണ്ട് അഭിനയിക്കാൻ. എന്താണ്? എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഫുൾ സ്ട്രോങ് ആയിട്ട് കണ്ടു നിൽക്കും. എന്തിനാണ് അറികളെ? ഞാൻ വിഷമിച്ചാൽ എന്റെ ഉമ്മയും ഉപ്പയും വിഷമിക്കും. എന്റെ അനിയത്തിമാർ വിഷമിക്കും. എന്റെ വിഷമം കണ്ടിട്ട് അവരെല്ലാം എന്ത് ചെയ്യും? കരയും. അല്ലെങ്കിൽ അവർ തകർന്നു പോകും. ഞാൻ വലിയ മോളാണ്. ഞാൻ സ്ട്രോങ് ആയി നിന്നാലേ മറ്റുള്ളവർക്ക് ബലം ഉണ്ടാവുള്ളൂ. ഈ ചിന്ത. ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഹാപ്പി മാസ്. സന്തോഷം പ്രകടിപ്പിച്ച് ഇങ്ങനെ ചിരി ഫിറ്റ് ചെയ്ത് നടക്കും. എന്നാൽ ഉള്ളിൽ ഭയങ്കര എന്ത് ചെയ്താവും? ഭയങ്കര വേദന ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ അന്ന് ചെറുതായപ്പോ പഠിപ്പിച്ചെന്നാണ് എന്ത് ചെയ്യണം? ഡ്രൈവായി നിൽക്കണം. അതായത് കരയാൻ പാടില്ല. കരയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട കാര്യമാണ്. കരയാൻ പാടില്ല. എനിക്ക് എന്ത് വേദന വന്നാലും എന്തില്ല ചിരിക്കണം. എന്നാൽ ഇതെങ്ങനെയാണ്? സ്ട്രോങ് മാസ്ക്. ഞാൻ എന്താണ്? സ്ട്രോങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്? ആദ്യത്തെ എന്താണ്? മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കുമോ? എന്നെ മോശക്കാരനായി കാണുമോ എന്നായിരുന്നു അവിടെ ചോദ്യം ഉണ്ടായിരുന്നത്. നമ്മളെ ഉള്ളിൽ നിന്ന് വന്നിട്ട്. ഇതെന്താണ്? ഇതല്ല. ഇതെന്താ? ഞാൻ വിഷമിച്ചാൽ, ഞാൻ എന്റെ വിഷമങ്ങളോ എന്റെ കാര്യങ്ങളോ കാണിച്ചാൽ, ഞാൻ തകർന്നു എന്നറിഞ്ഞാൽ മറ്റുള്ളവർ തകരൂലേ എന്ന് കരുതിയിട്ട് ഒരു മാസം. അപ്പൊ ഒരു സ്ട്രോങ് കവചം നമ്മളെ ചുറ്റുവട്ടത്ത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബലം പിടിച്ചിങ്ങനെ നടക്കും. നമ്മളിങ്ങനെ ഭയങ്കര ബലം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും. ഇതാണ് സ്ട്രോങ് മാസ്ക്. അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ടാവും. ഞാൻ തകർന്നാൽ മറ്റുള്ളവർ തകരൂല. ഈ മാസ്ക് പല സമയത്തും എന്നെ കലട്ടാറുണ്ട്. എന്റെ മുന്നിൽ വരാറുണ്ട്. എന്താ കാരണം അറിയങ്ങളെ? ഇപ്പോ വീട്ടിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും. ഇപ്പൊ വീട്ടിൽ പറഞ്ഞാല് എനിക്ക് 2 കുട്ടികളും എന്റെ ഭാര്യയാണുള്ളത്. ഇവര് 2 പെൺകുട്ടികളാണ്. ഇവര് എന്റെ ചുമലിലാണ്, അല്ല എന്റെ സംരക്ഷണയിലാണ്. ഞാൻ വിഷമിച്ചാൽ തീർച്ചയായിട്ടും അവർ വിഷമിക്കും എനിക്കറിയാം. അവിടെ ചിരിയൊന്നും ഞാൻ ഫിറ്റ് ആക്കൂല. പക്ഷെ ഞാൻ സ്ട്രോങ്ങിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ പറഞ്ഞോളണമെന്നില്ല. എല്ലാ വേദനകളും അവരെ അറിയിച്ചോളണമെന്നില്ല. ഇതിനെ പിടിച്ചു നിർത്തും. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ വേദനിച്ചാൽ അവര് വേദനിക്കൂലേ എന്ന് കരുതിയിട്ട്. അതെന്റെ വീട്ടിലെ ഫാമിലി. എന്റെ ഈ ഫാമിലി IT അക്കാഡമിയിലെ ഫാമിലിക്കും ഇതേ പ്രത്യേകത ഉണ്ട്. ഞാൻ വിഷമിച്ചാൽ എന്റെ ടീം വിഷമിക്കും എന്ന് 100% അറിയുന്ന ആളാണ് ഞാൻ. അതിൽ പല ആളുകൾക്കും എനിക്ക് വിഷമമുണ്ടെന്ന് അറിഞ്ഞാൽ അവര് വിഷമിക്കും എന്ന് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് ചില സമയത്ത് നല്ല വിഷമം ഉണ്ടെങ്കിലും ഞാനത് പിടിച്ചവിടെ നിർത്തും. അങ്ങനെ ഒരു മാസ്ക് ഞാൻ പല സമയത്തും ധരിക്കേണ്ടതായിട്ട് എനിക്ക് ആവശ്യം വരാറുണ്ട്. ആ സമയത്ത് ഞാൻ സത്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പക്ഷേ എനിക്കിത് അറിയുന്നതുകൊണ്ടും ഈ കാര്യം ഞാൻ പഠിച്ചതുകൊണ്ടും ഒരു 24 അവേഴ്സ് മാക്സിമം, ഒരു 24 അവേഴ്സ് കൊണ്ട് ഞാൻ റിക്കവർ ആവും. ഞാൻ ഇതിനെ കുറെ കാലം പ്രാക്ടീസ് ചെയ്തതുകൊണ്ടും എനിക്ക് ഒരു 3 വർഷത്തോളമായിട്ട് ഞാൻ ഇത് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഒരു 24 അവേഴ്സ് കൊണ്ട് ഞാൻ ഇതിനെന്ത് ചെയ്യും? റിക്കവർ ചെയ്യും. എന്നാൽ പല സമയങ്ങളിലും ഇത് ചിലപ്പോൾ അണിയേണ്ടി വരും.
എന്തുകൊണ്ട്? ആസ് എ ലീഡർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ എന്റെ പിന്നിൽ ഒരു വലിയ ടീമുണ്ട് എന്നുള്ളതിന്റെ പിന്നിൽ ഞാൻ അതിനെ അണിയേണ്ടി വരും. ഇതാണ് ഒരു സത്യം. അതുപോലെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കും. പല സമയത്തും ഉണ്ടാവും. പല സമയത്തും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് നമ്മളെ എത്രത്തോളം സ്ട്രെസ്ഫുൾ ആക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം. ഈ 2 സ്ഥലത്ത് മാത്രമേ ഞാൻ ഈ മാസ്ക് അണിയാറുള്ളൂ. ഈ 2 സ്ഥലത്ത് മാത്രം. വേറെ എവിടെയും ഞാൻ ഈ മാസ്ക് അണിയാറില്ല. എനിക്ക് കരച്ചിൽ വന്നാൽ പൊട്ടിക്കരയും. എന്തെങ്കിലും തമാശ കടയാ പൊട്ടിച്ചിരിക്കും. ആ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്റെ കുട്ടികൾ പോലും, എന്റെ മക്കള് പോലും, അല്ലെങ്കിൽ എന്റെ ഭാര്യ പോലും അന്തം വിട്ട് എന്റെ മുഖത്തേക്ക് നോക്കാറുണ്ട്. ഇതെന്താ പറ്റിയെന്ന് എത്തിയിട്ട്. ചില കോമഡിയൊക്കെ കണ്ടാൽ ഞാൻ പൊട്ടിച്ചിരിക്കും. എന്നാൽ എനിക്ക് കരച്ചിൽ വന്നാൽ ഞാൻ പൊട്ടിക്കരയും. അത് അവിടുന്ന് കരയില്ല. ഞാൻ ഒറ്റക്ക് കരയും. കരയാതിരിക്കൂല ഞാൻ. ഒറ്റക്ക് കരയും. കരഞ്ഞൊഴിവാക്കും. ഈ കരഞ്ഞാലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ മനസ്സിന്റെ ആ വൃത്തികെട്ട ഭാരം നമ്മളിൽ നിന്ന് ഒഴിവായി പോകും. അപ്പോ അങ്ങനെ ഒരു മാസ്ക് നമ്മളുടെ എല്ലാവരും മുന്നിൽ പല ഘട്ടങ്ങളിലും വരാറുണ്ട്. ഇത് 2ാമത്തെ മാസ്കാണ്. ഇനി 3ാമത്തെ ഒരു മാസ്ക് ഉണ്ട്. ഇന്നസെൻസ് മാസ്ക്. എന്താണ് ഇന്നസെൻസ് മാസ്ക്? എന്താണ് ഇന്നസെൻസ് മാസ്ക്? എന്താണ് ഇന്നസെൻസ് മാസ്കിന്റെ പ്രത്യേകത? നമ്മള് ഇതില് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല. ഞാനൊന്നിനും ഉത്തരവാദിയല്ല. ഞാനല്ല അതിന്റെ ആള്. അതിന്റെ ആള്. പേടിയാണ്. ഇപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങളെ വീട്ടില് ഒരു പ്രോഗ്രാം നടക്കാണ്. അപ്പോ നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയാൻ തന്നെ പോകില്ല. എന്താണ്? ഞാനെങ്ങാനും പറഞ്ഞാൽ അതിന്റെ തലീക്കാകുമോ എന്ന പേടി. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഐഡിയ പറയില്ല. അതെങ്ങാനും ഞാൻ പറഞ്ഞാൽ ഞാനെങ്ങാനും അത് ഏറ്റേണ്ടി വരുമോ എന്നുള്ള പേടി. ഇതാണ് നമ്മളെ ഇന്നസെൻസ് മാസ്ക് എന്ന് പറയുന്ന സാധനം. ഒരു നിഷ്കളങ്ക ഭാവം, ഒഴിഞ്ഞു മാറാനുള്ള ഒരു നിഷ്കളങ്കത മുന്നിൽ വെച്ചിട്ടുള്ള പെരുമാറ്റം. അയാൾക്ക് ഉള്ള കുഴപ്പമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല. തെറ്റോ എന്നുള്ള പേടി. എന്റേത് തെറ്റിയാൽ എന്താ ഉണ്ടാവുക, അതൊക്കെയാണ് പേടി. ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കുമ്പോ ഒന്നിങ്ങനെ ശ്രദ്ധിച്ച് വായിക്കണേ. എല്ലാ കുത്ത് കോമൊക്കെ ശ്രദ്ധിച്ച് വായിക്കണേ. അപ്പോഴേ എന്റെ ആ ഫ്ലോ ക്ലിയർ ആവുള്ളൂ. അറിയാത്തവളായി നടിക്കൽ. ഡിസിഷൻ മേക്കിങ്ങിനും റെസ്പോൺസിബിലിറ്റിക്കും മുന്നിൽ പിന്മാറൽ. വളരെ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്നത് ഒരു സുരക്ഷാ മതിലായി മാറി. അവരുടെ ലോകം ഉത്തരവാദിത്തം എടുത്താൽ സ്നേഹവും പിന്തുണയും നഷ്ടപ്പെടും എന്ന ഭയം. ഞാനിപ്പോ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാം. ഓക്കെ, ആരെങ്കിലും ഒരാളെ ഒരു ഡ്യൂട്ടി ഇടുമ്പോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. അതിന്റെ കാരണം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, ഫസ്റ്റത്തെ ഹാപ്പി മാസ്കിൽ നമ്മൾ പറഞ്ഞു അവർ നമ്മളെ മോശക്കാരായി കാണുമോ എന്നുള്ളതാണ്. എന്നാൽ 2ാമത്തെ നമ്മൾ പറഞ്ഞു, ഞാൻ തകർന്നാൽ എന്തായി അവരെല്ലാം തകരില്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഇടുന്ന മാസ്കാണ്. മൂന്നാമത്തത് നമുക്ക് ഒരാള് നമ്മളടുത്ത് ഇഷ്ടപ്പെട്ട് നമ്മളെ സ്നേഹിച്ച് കൂടെ നിർത്തുന്നുണ്ട്. അപ്പോ അയാള് നമ്മളെ എന്തെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് അറിയാത്ത മട്ടില്, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാത്ത മട്ടില് നമ്മൾ നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് നല്ല അഭിപ്രായം അവിടെ പറയാണ്ടാവും, പക്ഷെ നമ്മൾ പറയില്ല. എന്താ പറയാത്തെ? ഞാനത് പറഞ്ഞാൽ അത് നടപ്പാക്കാൻ എന്നെ ഏൽപ്പിക്കോ? അങ്ങനെ ഏൽപ്പിച്ചാൽ
അത് തെറ്റിപ്പോയാൽ ചീത്ത, നമുക്ക് ദേഷ്യം അയാളിൽ നിന്ന് കിട്ടുമോ, അത് കാരണം അയാൾക്ക് എന്നോടുള്ള ആ ഇഷ്ടം കുറയുമോ, അയാൾ എന്നെ മാറ്റി നിർത്തുമോ എന്ന പേടി. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് നമ്മളെ വീട്ടിലും നമ്മളെ ജോലി സ്ഥലത്തൊക്കെ നമുക്കുണ്ടാവും. ഇത് ആണിനും പെണ്ണിനൊക്കെ ഉണ്ടാവും. വീട്ടിലൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാണ്. ഏൽപ്പിക്കുമ്പോ ഇന്നെ ഏൽപ്പിക്കണ്ട, നിങ്ങള് ഞാന് ഇവിടെ ഉണ്ടാവില്ല, ഇന്നെ ഏൽപ്പിക്കണ്ട, നിങ്ങൾ ഓരാരെയും ഏൽപ്പിച്ചാല്. അതാണ് ഇന്നസെൻസ് മാസ്ക്. അതായത് ഒരു നിഷ്കളങ്ക ഭാവത്തോട് കൂടിയിട്ട് അതിന് മെല്ലാണ്ട് സ്കിപ്പ് ആവാം, മെല്ലെ ഒഴിഞ്ഞു മാറിയിട്ട് മെല്ലാണ്ട് ഒഴിവാകാം. എനിക്ക് കഴിയൂല, ഞാൻ എന്തേലും പറയുമ്പോ സാറേ എനിക്ക് കഴിയൂല സാറേ, എനിക്കത് പരിചയമില്ല സാറേ, ഞാനത് ചെയ്തിട്ടില്ല സാറേ, ഞാനത് എനിക്കത് പറ്റൂല സാറേ. എന്താ കാരണം? നമ്മളെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ അത് ഏറ്റെടുത്തു. ആ കാരണത്താൽ എന്ത് ചെയ്തു? ആ കാരണത്താല് അത് തെറ്റിപ്പോയി. തെറ്റിപ്പോയാൽ ചീത്ത കിട്ടും. ആ പേടി, ഫിയർ, ആ പേടി വരാ. എന്തുകൊണ്ടാ പേടി? അത് കാരണം അയാൾക്ക് എന്നെയുമായിട്ടുള്ള അടുപ്പം ഇല്ലാതായി, എന്നെ ഇപ്പോ എനിക്ക് കിട്ടുന്ന ആ പരിഗണനയും സ്നേഹമൊന്നും കിട്ടൂലേ എന്നുള്ള പേടി. ഞാനിങ്ങനെ പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ ഈ മാസ്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിൽ ഈ മാസ്ക് ഇല്ല. എന്നിൽ ഈ മാസ്ക് ഉണ്ടാവാറില്ല. എന്നിൽ ഈ മാസ്ക് ഉണ്ടാവും. എപ്പോ അറിയും? എന്നെ ഒരു പൊതുപ്രവർത്തനത്തിന് ഏൽപ്പിക്കുമ്പോ ഞാൻ അതിന് സ്കിപ്പാവും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് പേടി അവരെന്നെ തെറ്റുമോ എന്നുള്ള പേടി എനിക്കില്ല. കാരണം ഞാൻ ചെയ്താൽ തെറ്റൂല എന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. തെറ്റൂല എന്നല്ല, ഈ തെറ്റ് ഞാൻ തിരുത്തും, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നാണോ അത് പഠിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഹൈ കോൺഫിഡൻസ് ആണ് എനിക്ക്. പക്ഷേ ഞാനത് പറഞ്ഞാൽ അവരെന്നെ അത് ഏൽപ്പിക്കൊള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഏൽപ്പിച്ചാൽ എനിക്ക് ഞാൻ ഇതിലേറെ ഏറ്റെടുത്ത കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന്റെ കാര്യങ്ങളുണ്ട്. എന്റെ ഒരു ടീം മെമ്പേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നതിന്റെ ഇടയിൽ ഇതും കൂടെ ഏറ്റെടുത്താൽ എന്റെ സ്വസ്ഥത നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു പൊസിഷനും ഒരു സ്ഥാനം ഞാൻ ഏറ്റെടുക്കൂല. അങ്ങനെ സ്ഥാനം കിട്ടുമ്പോ എനിക്ക് നല്ല നല്ല ഐഡിയാസ് എന്റെ അടുത്തുണ്ടാവും. പേടി കൊണ്ട് തന്നെയാണ് പറയാത്തത്. എന്താ പേടി? ഇതാണ് പേടി. എനിക്കത് കൃത്യമായിട്ട് ചെയ്യാന്, ഏറ്റെടുത്താൽ അത് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹവും കൊതിയുള്ള ആളാണ് ഞാൻ. ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ചെയ്യുകയാണെങ്കിൽ അത് 100% ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. അതിൽ റിസൾട്ട് ഉണ്ടായിരിക്കണം. എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിലുപരി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും മികച്ചതാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അതിഗംഭീരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കണം എന്നുള്ള ആളാണ് ഞാൻ. അത് ഞാൻ എത്ര റിസ്ക് കൊടുക്കും. അതുകൊണ്ട് അതുകൊണ്ട് അത് ഏൽക്കൂല. ആ സമയത്ത് ഞാൻ അത് ഒഴിവാക്കും. എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്? അവർ എന്നെ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാനത് ഏറ്റെടുത്താൽ എനിക്ക് അവിടെ അടുത്ത സ്ഥാനം തരും. ആ സ്ഥാനം തന്നാൽ അത് എനിക്ക് നടത്താൻ സാധിക്കൂല. എന്തുകൊണ്ട്? എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സ്വീറ്റ് സ്പോട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ കളങ്കം വരുത്തുകയോ അത് മാറ്റിവെക്കുകയോ ചെയ്യേണ്ടി വരും. ഇന്ന് ഞാൻ ക്ലാസ്സിന് എന്താ കയറിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഇത്രയൊക്കെ കാര്യം ഉണ്ടായിട്ട് ഞാൻ ഇന്ന് എന്താ കയറിയത്? ഇന്ന് കയറിയത് മറ്റന്നാൾ എനിക്ക് കയറാൻ പറ്റില്ല. നാളെ എനിക്ക് എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്. മറ്റന്നാള് ഞാൻ കോട്ടയത്താണ്. അപ്പൊ അതും കഴിഞ്ഞെത്തുമ്പോഴേക്ക് ഞാൻ രാത്രിയാവും. സ്വാഭാവികമായിട്ടും ഈ ആഴ്ചത്തെ ഈ പ്രോഗ്രാം ക്യാൻസൽ ആവും. അപ്പോ ഇതില് നിങ്ങൾ നന്നാവുന്നതിലേറെ ഞാൻ നന്നായിക്കൊണ്ടിരിക്കേണ്ടത്. ഇതാണ് എന്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, എന്റെ കൃത്യനിഷ്ഠത ഒന്നും കൂടെ സെറ്റ് ആവുന്നുണ്ട്. രണ്ടാമത്തത്, ഞാൻ എന്റെ നോളജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്, ഞാൻ എന്റെ പഴയ സാധനങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഉള്ളിലെ എനർജി ലെവല് ഇനിയും കൂടും.
അതാണ് എന്റെ ഏറ്റവും വലിയ ഗുണം. കൂട്ടത്തിൽ നിങ്ങളും എന്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്കും അതുകൊണ്ട് എന്ത് കിട്ടും? ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഇത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ആരെടുത്തുനിന്ന് ഞാൻ ഒരു പൈസ പോലും ഇതിന് വാങ്ങുന്നില്ല. 10 പൈസ പോലും ഞാൻ വാങ്ങുന്നില്ല. എന്തുകൊണ്ടാ വാങ്ങാത്തെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തായാലും ഈ യാത്ര ആരംഭിച്ചു. എന്റെ കൂടെ എന്റെ കുട്ടികളും കൂടെ കൂടിയാൽ അവർക്കും ലൈഫിൽ എന്ത് കിട്ടും? വിജയിക്കാൻ പറ്റും. ഇന്ന് കോൺവക്കേഷൻ സമയത്തൊക്കെ പല കുട്ടികളും പറഞ്ഞത് കേൾക്കുമ്പോ എനിക്ക് ശരിക്കും കണ്ണിന് വെള്ളം നിറഞ്ഞ രംഗങ്ങളുണ്ട്. ഇന്നൊക്കെ കേട്ട കേൾവികൾ അതാണ്. അവരവരുടെ ഹൃദയത്തിൽ നിന്ന് പറയാം. ഞാനതിന് അഹങ്കരിച്ച് പറയോ ഒന്നുമല്ല. ഞാൻ എടുക്കുന്ന ജോലിക്ക്, ഞാൻ എടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ്. അത് അവരിലൂടെ ഞാൻ ഒരു കണ്ണാടിയിൽ നോക്കി ഞാൻ തന്നെ പറയുന്നതിന് പകരം എന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിഫലിച്ചുകൊണ്ട് പറയാണ് അവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ പറഞ്ഞ വാക്കുകളിൽ വിശ്വാസമുള്ളവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് വിജയിച്ചവരുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിലേറെ കൂടുതൽ ആളുകൾ അതാണ് ഇപ്പോൾ ഉള്ളത്. മുന്നേ എനിക്കുണ്ടായിരുന്നത് മുഴുവൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നെ വെറുക്കുന്ന ആളുകളായിരുന്നു. ഇന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകളുള്ളത്. കുറെ ആളുകൾ. അതുകൊണ്ട് അത് ഒരു പ്രത്യേകത ഉണ്ട്. അവരൊക്കെ സ്നേഹിക്കുന്ന ആളുകളെ അവരെ ചുറ്റുപാടിലും അവരെ കുടുംബത്തിലും ബന്ധത്തിലുള്ളവരും മാത്രമാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകള് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട്. ഈ വ്യത്യാസമുള്ളൂ. ഇതാണ് വ്യത്യാസം. എത്ര ആളെന്നുള്ളതല്ല. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഉണ്ട്. അവരെ സ്നേഹിക്കുന്ന ആളുകൾ അവരെ ചുറ്റുവട്ടത്തും അവരുടെ വീട്ടിലും അവരുടെ കുടുംബങ്ങളിലും അത്രേ ഉള്ളൂ. എന്നെ സ്നേഹിക്കുന്നവർ പടർന്നു കിടക്കുന്നുണ്ട്. കുറച്ച് ആളുകളെ ഇതിലുള്ളൂ. അത് മാത്രമൊന്നല്ല. ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് വിരലിൽ എണ്ണാവുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയം ഇതന്നാണ്. അതുകൊണ്ട് എന്റെ കൂടെ കൂടിയാൽ ഞാൻ എന്തായാലും നന്നാവും. നിങ്ങൾക്കും എനിക്ക് നന്നാവും. ഞാൻ എന്തായാലും നന്നാവും. ഞാൻ എന്നെ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായിനോ ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ന് രാവിലെയും 1 മണിക്കൂർ പഠിച്ചതിന് ശേഷമാണ് ഇന്ന് മീറ്റിംഗ് എടുത്തത്. ഇന്ന് നിങ്ങളോടൊപ്പം ഈ സംസാരിക്കുന്നതും ഞാൻ പഠിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പൂർണ്ണമായിട്ട് പറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ടീമിന് ഈ ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ എനിക്കൊരു നോട്ടും വേണ്ട, എനിക്കൊരു സാധനവും വേണ്ട. ഇത്രേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം ഞാൻ പ്രാക്ടീസ് ചെയ്താൽ ദാറ്റ്സ് ഓൾ. ഇത് മാത്രമേ വ്യത്യാസം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ എന്റെ മാസ്കുകൾ കഴിയുന്നതും അണിയാറില്ല. അറിഞ്ഞും അറിയാതെയും ഞാൻ അണിയാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് മാറണമെങ്കിൽ ഓരോരോ മുഖപടലങ്ങൾ, ഓരോരോ മാസ്കുകൾ മെല്ലെ മെല്ലെ അഴിച്ചു മാറ്റി തുടങ്ങിക്കോ. ഈ മാസ്കുള്ള ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, മനസ്സിലായി കഴിഞ്ഞാൽ ഈ മാസ്കിനെ നമ്മൾ വേഗം റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഞാൻ നിങ്ങൾക്കൊക്കെ ഈ 5 എണ്ണം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ. അടുത്തത് എന്താണ്? അടുത്തത് പ്ലീസിങ് മാസ്ക്. പീപ്പിൾ പ്ലീസിങ് മാസ്ക്. എന്താണ്? പീപ്പിൾ പ്ലീസിങ് മാസ്ക്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് വേണ്ടതിന് മുൻപേ എന്താണ് അവർക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന മാസ്ക്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായെങ്കിൽ അതായത് ഒന്ന് വായിച്ച നസീബ. എനിക്ക് വേണ്ടത് എന്താണ് എന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടത് എന്ന ചോദ്യമാണ്. റിജക്റ്റ് ചെയ്യപ്പെടും എന്ന ഭയം ഇവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. അവർക്ക് സ്നേഹം അതിനാൽ സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അടിച്ചമർത്തി അവർക്ക് തോന്നുന്നത്
ഞാൻ എനിക്ക് വേണ്ടി ആണെങ്കിൽ അവർ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് എനിക്ക് എന്റെ ആവശ്യങ്ങളും എന്റെ വേദനകളും എന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ അതൊന്നുമല്ല വലുത്, നിങ്ങളെ പ്രശ്നങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുക. ഞാൻ ഇപ്പൊ നേരത്തെ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ക്ലാസ് എടുക്കുന്നത്, എനിക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അറിയൂ അണ്ടർസ്റ്റാൻഡ്? തുറന്നു പറയണേ. പിന്നെ എന്താ കാര്യം? നിങ്ങൾ എന്റെ മുന്നിൽ ഉണ്ടാവുമ്പോ എനിക്കൊരു എനർജിയാണ്, കാരണം നിങ്ങള് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടാണല്ലോ നിങ്ങളെ വിലപ്പെട്ട സമയത്ത് മറ്റുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന്റെ സ്ക്രീനിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു എനർജിയാണ്. ഞാൻ പറയുന്നു, ഞാൻ എന്നെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ എല്ലാ പരിപാടിയും എല്ലാം ഒഴിവാക്കി. ഇത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഞാനിത് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചിട്ടാട്ടോ ചെയ്യണത്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നിങ്ങൾ കണ്ടു, പകുതിക്കന്ന് ഞാൻ നിർത്തിപ്പോയി തല കറങ്ങിയിട്ട്. ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. അന്ന് അങ്ങനെ ഉണ്ടായത്. കാരണം ഞാൻ ഈ ക്ലാസ്സിന്റെ തിരക്കിൽ, എനിക്ക് വേറെ ക്ലാസ് എല്ലാം കൂടെ തിരക്കിന്റെ ഇടയിൽ ക്ലാസ് കേൾക്കാനും എല്ലാം കൂടെ ഉണ്ടായപ്പോ ഞാൻ അതിന്റെ ഇടയിൽ മറന്നുപോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് കേട്ട് പഠിക്കുക, ഇത് വേറെ ആളെ പഠിപ്പിക്കുക. ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത്? മറ്റുള്ളവർക്ക് ഒഴിവാക്കുന്നത്. എന്നാൽ ചില ആളുകൾ കണ്ടില്ല നിങ്ങൾ പറയും, ആളൊക്കെ നല്ലതാ, പക്ഷേ അവനന്റെ കാര്യത്തിന് ഒന്നിനും പറ്റില്ല. വേറുള്ളവർ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ ഓടാനും അവരെ കൂടെ എല്ലാ കാര്യം ചെയ്യാനും അവർക്ക് വേണ്ടി എന്താ പറയാ വണ്ടി വിളിക്കാനും അവർക്ക് വേണ്ടി കാശ് ചെലവാക്കാനും എല്ലാത്തിനും ഉഷാറകരം. സ്വന്തം കുട്ടിക്കോ ഭാര്യക്കോ ഉമ്മാക്കോ ഉപ്പാക്കോ ആർക്കെങ്കിലും വയ്യ, ഞാൻ പറയും ഈ തൽക്കാലം ഞാൻ ഒരു മരുന്ന് കൊണ്ടുവന്നിട്ട് അത് കുടിച്ച് കിടന്നു പറയും. ഒരു ഡോക്ടർക്ക് പോകാനോ ഇതിനൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം അറിയങ്ങളെ? അവര് മറ്റുള്ളവരെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി, അവരുടെ പരിഗണന കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് ഓടും. സ്വന്തം കാര്യം പറഞ്ഞിട്ട് ഓടും. ആ മാസ്ക് ധരിക്കുന്ന ആളുകൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സത്യത്തിൽ മാറ്റിവെക്കും. നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഭർത്താക്കന്മാർക്കും നിങ്ങളുടെ അമ്മായിമാർക്കും ഉമ്മാക്കും എല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കും. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വേണ്ടി മാറ്റിവെക്കും. എന്തൊക്കെയാ മാറ്റിവെക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാല്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മളവിടെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളതിനു വേണ്ടി ഓടും. എന്തുകൊണ്ട് അങ്ങനെ ഓടുന്ന അറിയോ? അവരടുത്ത് നിന്ന് കിട്ടേണ്ട പരിഗണനയും ലാളനയും സ്നേഹവും ഒന്നും കിട്ടാതെ അവരെന്നെ മാറ്റി നിർത്തുമോ, അവരെനിക്ക് തരുന്നതെല്ലാം തരാതിരിക്കുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ എടുക്കുന്ന മാസ്കാണ് പീപ്പിൾ മാസ്ക്, പ്ലീസിങ് മാസ്ക്. മറ്റുള്ളവർ എന്നെ ഒഴിവാക്കും, അവരിപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്മാറ്റുമോ എന്നുള്ളൊരു പേടി. ഓക്കെ, ഇതാണ് ഒന്ന്. ഇതിലും നമ്മൾ പെടാറുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നമ്മളാ കാര്യം ഇവിടെ വിട്ടിട്ടുണ്ടാവും, എന്നിട്ട് കാര്യം ചെയ്തു കൊടുക്കും. അടുത്തത് 5ാമത്തെ മാസ്ക് ആണ്, ടഫ് മാസ്ക്. അല്ലേ? എന്നല്ലേ ഷിബ? യെസ്, ടഫ് മാസ്ക്. എന്താണ് ടഫ് മാസ്ക്? ഇതൊരു വേറെ സാധനമാണ്. ഇത് ടഫ് മാസ്ക്. യെസ്, ടഫ് മാസ്ക്. പുറത്ത് ഭയങ്കര കടുപ്പം. ഒന്ന് വായിച്ചേ. കടുപ്പം, എക്സ്പ്രഷൻലെസ്, അഗ്രസീവ്, ആക്രമണോത്സുകത. പക്ഷേ അത് ആക്ച്വലി ഒരു പഴയ കാല വേദനയുടെ കവചമാണ്. ജീവിതത്തിൽ ഒരിക്കൽ നിസ്സഹായതയിലൂടെ വേദനിക്കപ്പെട്ടവർ അവർ പഠിച്ചത് സോഫ്റ്റ് ആയാൽ ഞാൻ തകർന്നു പോകും. അതുകൊണ്ട് ഹൃദയം ചുറ്റും ഒരു ഇരുമ്പ് കവചം ആവശ്യമാണ്. യെസ്, മനസ്സിലായോ? അപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പോ പെട്ടെന്ന് മനസ്സിലാൻ പറയാം. ചില ആളുകൾക്ക് ഈ ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞതുണ്ട് എൻ്റെ അടുത്ത്, ഭർത്താക്കന്മാര് അടിക്കുക, പിന്നെ ആക്രമിക്കുക, വെള്ളടിച്ചു വന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോ
കുറേ അടി കിട്ടുമ്പോ നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു ഒരു കുതിരശക്തി പുറത്തേക്ക് വരും. അല്ലെങ്കിൽ ചിലവര് അതോടുകൂടി കഴിയും. അല്ലെങ്കിൽ അവിടുന്ന് നാട് വിടും. തിരിച്ചടിക്കും. തിരിച്ചടിച്ചിട്ട് അയാളെ നമ്മൾ പേടിപ്പിച്ചു നിർത്തും. പിന്നെ നമ്മൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. എന്താ പറയാ, അഥവാ ഞാനൊന്ന് താന്ന് കൊടുത്താൽ അയാൾ എന്നെ വീണ്ടും ചവിട്ടി താത്തുമോ എന്നുള്ള പേടി. ഭർത്താവിന്റെ അടുത്ത് മാത്രമൊന്നുമല്ല, ഈ ചില സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവര് നമ്മളെ, ഞാൻ സ്ട്രോങ് ആയി നിന്നില്ലെങ്കിൽ എന്നെ ചവിട്ടി താത്തുമോ എന്നുള്ള പേടി. ചില സ്ഥലത്ത് ചെന്നാൽ ഞാൻ സ്ട്രോങ് ആയി നിന്നില്ലെങ്കിൽ എന്നെ അവര് എന്ത് ചെയ്യും, ഞാൻ സോഫ്റ്റ് ആയാൽ എന്നെ അടിച്ചമർത്തപ്പെടുമോ എന്നുള്ള പേടി. ഇങ്ങനെ ഒരു കവചം നമുക്ക് ചുറ്റും ഒരു വലിയ ബാരിക്കേഡ്, ഇരുമ്പിന്റെ ഒരു ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ ടഫായി നടക്കുന്ന ആൾ. ഇതാണ് ടഫ് മാസ്ക്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എനിക്കറിയില്ല. ഇതൊരു പഠനം കഴിയുമ്പോൾ ഞാൻ ഡിസ്കഷൻ വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്ന് എനിക്കറിയുള്ളൂ. ഇപ്പൊ എനിക്കറിയില്ല. മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇനി ഈ മാസ്കുകൾ ധരിച്ചാൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഉപദ്രവം എന്താന്ന് നിങ്ങൾക്കറിയാം? ഇതുണ്ടാവുമ്പോ നമ്മളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവാഹം കൂടും. നെഗറ്റീവ് ഹോർമോണുകളായ കോർട്ടിസോളും സെറട്ടോണിനും ഉൽപ്പാദിപ്പിച്ചിട്ട് ശരീരത്തിൽ അതിന്റെ അമിതമായിട്ടുള്ള ഉൽപാദനം ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെയും ഞരമ്പുകളെയും നമ്മളുടെ ആന്തരിക അവയവങ്ങളെയും എല്ലാം ബാധിക്കും. അങ്ങനെ നമുക്ക് അസുഖം ഉണ്ടാവും, രോഗത്തിന്റെ അവസ്ഥ ഉണ്ടാവും. നമ്മൾ സാവധാനം നമ്മളുടെ മുഖത്തും നമ്മളുടെ മറ്റു സ്ഥലങ്ങളിലെല്ലാം പ്രായം തോന്നിക്കുന്ന രൂപത്തിലായി മാറും. നമ്മളുടെ ഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളെ ശ്രദ്ധിച്ചാൽ കാണാം, ഈ മാസ്ക് ധരിച്ച് നടക്കുന്ന കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് സൗന്ദര്യം നഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. സങ്കടത്തിന്റെ മുഖഭാവം വരുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ഇത് സഹിക്കുന്ന ആളുകളിൽ അത് ശരീരം നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും, ശരീരത്തിൽ അത് പ്രതിഫലിക്കൽ തുടങ്ങും. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഈ 2 ഹോർമോണുകൾ നമ്മളെ ഏറ്റവും കൂടുതൽ രോഗിയാക്കി മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ ഒഴിവാക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് ഒഴിവാക്കി കഴിയുമ്പോൾ സുഖം അറിയണമെങ്കിൽ, ആ ആനന്ദത്തിന്റെ ലഹരി നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് ഒഴിവായാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 5 എണ്ണത്തിന്റെ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അയച്ചു തന്നിട്ട് നിങ്ങളതിൽ വീണ്ടും വീണ്ടും കുറേ സമയം വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, അത് നിങ്ങൾ കൃത്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങളത് ആദ്യം പറയണം റീക്യാപ്പായിട്ട്. എന്നിട്ട് വേണം നമുക്ക് അടുത്ത 5 മാസത്തിനെ കുറിച്ചിട്ട് പഠിക്കാൻ. ആർ യു റെഡി? യെസ്, ഓക്കെ. അപ്പോ പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.